ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പപ്പായയുടെ റെസിപ്പി ആയിട്ടാണ്. പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പപ്പായ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണിത്. പിന്നെ നമുക്കിനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇത് ഈ പരുവാകുമ്പോഴത്തേന് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായയാണ്. അപ്പോൾ ഈ പപ്പായയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. You seem to easily forget how to place your bet. When everyday life gets you down, you gotta steal the crown. Got to own it. Don't bitch and moan about. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാരയും ഈ പപ്പായയും കൂടെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ പാലിലാണ് കിടന്ന് വെന്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരേണ്ടത്. അപ്പം നമ്മുടെ പാലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി നെയ്യ് തെളിഞ്ഞു വരണം, അതാണ് ഇതിന്റെ പാകം. അപ്പം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹൽവയുടെ റെസിപ്പിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊന്ന് തിക്കായിട്ട് വരണം ഇത്. അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്കിത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. പപ്പായ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ചെന്നോളും. Nothing to sneeze at. Oh, I've told you over and over again. You gotta get both hands around it and make your own plans. Roller coaster, it's taking over. It's about time. പപ്പായൊക്കെ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസൻസും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കപ്ലങ്ങാപ്പഴം കിട്ടാറുണ്ട്. ഞാൻ പീസാക്കി കൊടുക്കുമ്പോൾ അവന്മാർ കഴിച്ചത് മടുത്തു. അങ്ങനെ ഇതൊരു ഹൽവ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. എന്തായാലും എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ മുന്നോട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനി കാണാം. എല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു.